വെൽക്കം ടു മൈ ചാനൽ. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത് കണിക്കൊന്നയാണ്. കേരളത്തിൽ സുലഭമായിട്ട് കാണുന്ന ഒരു വൃക്ഷമാണ് കണിക്കൊന്ന. ഇത് 20 മീറ്റർ മുതൽ 30 മീറ്റർ വരെ ഉയരത്തിൽ ഇത് സാധാരണയായിട്ട് വളരാറുള്ളൂ. ശിഖരങ്ങളായിട്ട് വളരുകയാണ് സാധാരണയായിട്ട് ചെയ്യുന്നത്. മാർച്ച് ഏപ്രിൽ മാസത്തിൽ ഇത് കണിക്കൊന്ന പൂത്ത് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. കണിക്കൊന്ന പൂത്ത് പുഷ്പങ്ങളായിട്ട് വരുമ്പോഴത്തേക്ക് മലയാളികളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് മേടമാസത്തിലെ വിഷുവാണ്. കൊന്ന പൂക്കുക എന്ന് പറയുമ്പോൾ വിഷു വന്നു അടുത്തു എന്നതാണ് മലയാളികൾക്ക് മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. കൊന്നപ്പൂ കാണാനായിട്ട് വളരെ മനോഹരമാണ്. കേരളത്തിൻ്റെ സംസ്ഥാന പുഷ്പമാണ് കൊന്നപ്പൂ എന്ന് എത്ര പേർക്കറിയാം. അതുപോലെ തന്നെ തായ്ലാൻഡിൻ്റെ ദേശീയ പുഷ്പവും ദേശീയ വൃക്ഷവും കണിക്കൊന്നയാണ്. ശ്രീലങ്കയിൽ ഇത് ധാരാളമായിട്ട് കാണുന്നു. പ്രധാനമായിട്ടും ശ്രീലങ്കയിലെ എല്ലാ ബുദ്ധമത ക്ഷേത്രത്തിനോടനുബന്ധിച്ച് ഉള്ള പൂന്തോട്ടത്തിൽ ഈ കൊന്ന ഉണ്ട് എന്നുള്ള ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പം ധാരാളം ആയിട്ട് ഈ കണിക്കൊന്ന നമ്മൾ ചെടികളൊക്കെ വിൽക്കുന്ന സ്ഥലത്ത് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ഇത് പലരും വീടുകളിന് ചേർന്നുള്ള സ്ഥലത്ത് ഇത് വെച്ച് പിടിപ്പിക്കുന്നു. കൊന്ന പൂത്ത് കിടക്കുന്ന കാണാനായിട്ട് ഒരു വളരെ മനോഹരമായതുകൊണ്ടും ഒരു സമ്പൽ സമൃദ്ധിയുടെ അടയാളമായിട്ട് ഇതിനെ കാണുന്നതുകൊണ്ടും ധാരാളമായിട്ട് ഇതിപ്പം വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ പൂക്കൾ പഴയ കാലത്ത് അതിൻ്റെ പല ആയുർവേദ ഔഷധങ്ങളിലും ഉപയോഗിച്ചിരുന്നു. വാദം, പിത്തം, കഫം ദോഷഗുണങ്ങൾ മാറ്റാനായിട്ടും മലബന്ധം രക്തശുദ്ധീകരണത്തിനായിട്ട് ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ കണിക്കൊന്നരെ തൊലി കൊണ്ട് കഷായം വെച്ച് ത്വക്ക് രോഗങ്ങൾ മാറ്റാനായിട്ട് ഉപയോഗിച്ചിരുന്നു. അങ്ങനെ എന്തുകൊണ്ടും പ്രയോജനമുള്ള ഒരു വൃക്ഷമാണ് കണിക്കൊന്ന. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീടിനോട് ചേർന്നുള്ള ഉദ്യാനങ്ങളിലൊക്കെ ഇതിലെ പൂത്തോട്ടങ്ങളിലൊക്കെ ഈ ചെടികൾ വെച്ച് പിടിപ്പിക്കുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നിങ്ങളെ സമീപിക്കുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. താങ്ക് യു.